അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാനാരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. മന്ത്രിയ ദൈവം, നിത്യതാതനും വീരന ദൈവം, ഉന്നതദേവൻ നീതിയിൻ സൂര്യൻ, രാജാധിരാജന മശിഹ. അവനത്ഭുത മന്ത്രിയാം ദൈവം, നിത്യതാതനും വീരന ദൈവം, ഉന്നതദേവൻ നീതി സൂര്യൻ, രാജാധിരാജന മശിഹ. വർഷം മുമ്പ് 2006 എന്റെ അപ്പൻ ഒരു പാസ്റ്റർ ഒരു ബിഗ് ഷോപ്പർ തോളെ വെച്ച് എന്റെ അമ്മ 2 ഫ്ലാസ്കൊക്കെ കൈ പിടിച്ച് എന്റെ തലയിൽ ഒരു മുടി പോലും ഇല്ല. RCCന്ന് അന്നോട്ടേ വരാൻ പൈസ ഇല്ലാത്ത ദിവസങ്ങളിൽ ബസ്സിൽ ഇവിടെ വന്നിറങ്ങും, ഇവിടുന്ന് ശംഖുമുഖത്തിന് ബസ് കയറും. പക്ഷെ ഒരു കാര്യം പറയാം, അവൻ ആർക്കും കടക്കാരനല്ല. അതേ ബസ് സ്റ്റോപ്പിന്റെ മുമ്പിൽ വന്നു നിന്ന് അവൻ ആർക്കും ബാധ്യതയല്ലെന്ന് പറയാൻ എന്റെ വീട്ടുകാർ എനിക്ക് വേണ്ടി ചെലവാക്കിയതിന്റെ ഇരട്ടി എന്റെ ദൈവം എന്റെ കൈകളിൽ തന്നു. അനേക രാജ്യങ്ങളിൽ 1 വർഷത്തിനകത്ത് എന്നെ ദൈവം വിട്ടു. ഞാനിത് പറഞ്ഞത് അഹങ്കാരം കൊണ്ടല്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. ദൈവനാമം പ്രതി നീ എന്തെങ്കിലും നിന്നെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും വീഴ്ചയോ താഴ്ചയോ വന്നപ്പോൾ ആരെങ്കിലും യേശുവിനെ ചൊല്ലി നിന്നെ നിന്ദിച്ചിട്ടുണ്ടെങ്കിൽ
എനിക്ക് ക്യാൻസർ വന്നപ്പോൾ ഞാൻ കേട്ട മുഴുവൻ നിന്നയും പെന്തക്കോസ്ത് നിന്നയും യേശുവിനെ കുറിച്ചുള്ള നിന്നയായിരുന്നു. ഹലോ, എന്നെ നിന്ദിച്ചതല്ല, യേശുവിനെയാണ് നിന്ദിച്ചത്. അവനാർക്കും കടക്കാരനല്ല. തിരുവനന്തപുരത്തുള്ള ദേവദാസന്മാരെ, നിങ്ങൾ ദൈവത്തിന്റെ നാമം പ്രതി പട്ടിണി കിടന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ത്യാഗം സഹിക്കുന്നുണ്ടെങ്കിൽ, എന്റെ യേശു ആർക്കും കടക്കാരനല്ല. എന്റെ അനിയൻ അന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നേ ഉള്ളൂ. എനിക്ക് വേണ്ടി എത്രയോ ദിവസങ്ങൾ ഉപവസിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ അമ്മ അവരുടെ കൂടെ ഇല്ല, എൻ്റെ കൂടെ ആയത് നിമിത്തം അന്ന് എൻ്റെ പെങ്ങൾക്ക് കഞ്ഞിയും കറിയൊന്നും വെക്കാനൊന്നും അറിയത്തൊന്നുമില്ല. പല നേരങ്ങൾ അവൻ കഴിക്കാതിരുന്നിട്ടുണ്ട്. രൂപസ് ഇവിടെ ഉണ്ടോ? രൂപസ്, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ, ഞാൻ ഇവനെ മോനെ എന്നാ വിളിക്കുന്നത്. എന്നെ ഇവിടെ കൊണ്ടുവരുന്ന നിമിത്തം ഇവർക്ക് നല്ല ആഹാരം പോലും കിട്ടത്തില്ല. പാഴ്സനേജിൽ ഒറ്റയ്ക്ക് ഇവർ രണ്ടുപേരും ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കർത്താവേ, അവർക്ക് നല്ല ആഹാരം കിട്ടണമെങ്കിൽ ഞാൻ മരിച്ചാലേ പറ്റൂ. നീ എന്നെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ യേശു ആർക്കും കടക്കാരനല്ല. ഞാൻ ഇവനെ ഇതുവരെയും വെളിയിൽ ഇറക്കാത്തതാ. ഇവൻ എന്നേക്കാ പവർഫുൾ വർഷിപ്പ് ലീഡറാ. സത്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഞായറാഴ്ച എങ്ങും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ശുശ്രൂഷ ആശാൻ ഇച്ചിരി പമ്മി നിൽക്കുമെങ്കിലും അവൻ എന്നേക്കാൾ വലിയ വർഷിപ്പ് ലീഡർ. അവൻ ദൂത് പറയും. ഞാൻ പ്രവചിക്കാറില്ല, പക്ഷെ അവൻ പ്രവചിക്കും. ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന വേദികളിൽ യേശു ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ അപ്പം വലിയ ആളൊന്നും അല്ല, പക്ഷെ വിശ്വസ്തന്. ഞങ്ങളുടെ മാതാപിതാക്കളെ പറ്റി പറയാൻ ഒറ്റ സാക്ഷിയെ ഞങ്ങൾക്കുള്ളൂ. അവരൊന്നും സമ്പാദിച്ചിട്ടില്ല, ഞങ്ങൾക്കൊന്നും തന്നിട്ടില്ല. ബട്ട് ദേ ആർ സോ ഫെയ്ത്ത്ഫുൾ. അവർ വിശ്വസ്തരാ. നല്ല 100% ഉറപ്പാണ്. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാൻ ആരുമില്ല. കർത്താവിനെ വെച്ചാൽ അടുത്ത ജനുവരിയിൽ ഇവൻ എഴുതിയ ഒരു പാട്ട് റിലീസ് ചെയ്യാൻ പോവാ. ഇന്ത്യ മുഴുവൻ അത് പാടുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. എത്ര അനുഗ്രഹം ദൈവം തന്നാലും അഹങ്കരിക്കാൻ പറ്റത്തില്ല. എത്ര അനുഗ്രഹം തന്നാലും അഹങ്കരിക്കാൻ പറ്റത്തില്ല. നല്ല ഒരു ട്രിപ്പ് കഴിഞ്ഞ് നാട്ടിൽ വരുമ്പം എനിക്ക് തിരുവനന്തപുരത്ത് മീറ്റിംഗ് വരും. ആ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോഴേ എന്റെ ചങ്ക് പൂട്ടും. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. യേശുവിനെ പോലെ വേറെ ആരും ആ കാര്യങ്ങളൊന്നും ഉയർത്തി പറയാൻ പറ്റും. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാനാരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല,
അവനൊപ്പം പറയാനാരുമേ ഇല്ല, അവനെ പോലാരാധ്യൻ ഇല്ല. ആഹാ ചെയ്യുന്നവരാരും സെക്യുലർ ആർട്ടിസ്റ്റുമാരല്ല. അവർ രണ്ടുപേര്, ജുനും റോണും, അവർ ചേട്ടനിയന്മാർ രണ്ടുപേരും പാസ്റ്റർമാരുടെ മക്കളാണ്. അവരുടെ പിതാവ് ഒന്നും സമ്പാദിച്ചവരല്ല, അവരുടെ കയ്യിലും ഒന്നും ഇല്ലാത്തവർ. പക്ഷേ ഞങ്ങളെല്ലാം ദൈവം കൊണ്ട് ചെന്ന് എത്തിച്ചിരിക്കുന്ന വേദി ഞങ്ങൾക്കൊരിക്കലും നിൽക്കാൻ യോഗ്യതയില്ലാത്ത സ്ഥലം. അവനാർക്കും കടക്കാരനല്ല. സൈച്ചാൻ കേരളത്തിലെ ടോപ്പ് ബേസിസ്റ്റാ. താൻ സെക്യുലർ ഫീൽഡിലായിരുന്നെങ്കിൽ ഇന്ത്യൻ മൂവിയിൽ താൻ തിളങ്ങുന്ന താരമായി മാറി. അങ്ങനത്തെ ടോപ്പ് ബേസിസ്റ്റാ. ഇവിടെ ഏതെങ്കിലും സെക്യുലർ മ്യൂസീഷ്യൻസ് ഉണ്ടെങ്കിൽ തന്നെ പ്ലേയിങ് കേട്ട് കഴിഞ്ഞാൽ അപ്പം നോട്ട് ചെയ്തുകൊണ്ട് പോകും. അവനാർക്കും കടക്കാരനല്ല. ബ്ലെമിൻ ഈസ് വൺ ഓഫ് ദി ടോപ്പ് കീബോർഡ് പ്ലെയർ. അവൻ റെക്കോർഡിംഗ് പ്ലേ ചെയ്യുന്ന പോലെ ഇവിടെയുള്ള സെക്യുലർ ആർട്ടിസ്റ്റുമാർ പോലും ചെയ്തില്ല. യേശു ആർക്കും കടക്കാരനല്ല. ഇവിടെ ദേവദാസന്മാരെല്ലാവരും പ്രസംഗിക്കാൻ പോകുന്നവരാണ്. കണ്ണൂര്, കാസർഗോഡ് ഒക്കെ പോയി പ്രസംഗിക്കും. അവിടുത്തെ സ്വത്രാഴ്ചയോ ഒന്നും അല്ല അവരെ നടത്തുന്നത്. യേശു കടക്കാരനല്ലാത്തോണ്ട്, യേശു ബാധ്യത അല്ലാത്തോണ്ട്, അവൻ എല്ലാവരുടെയും കാര്യം നോക്കുന്ന നല്ല അപ്പനായതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒരേ ഒരു ശബ്ദത്തിൽ വിളിച്ചു പറയാൻ പറ്റും, അവനാർക്കും ബാധ്യതയല്ല. അവന്റെ നാമം പ്രതി ഒരു പാത്രം തണ്ണീരെങ്കിലും കുടിപ്പാൻ കൊടുത്താൽ അതിനും 100 മടങ്ങ് പ്രതിഫലം തരുന്നവനാ എന്റെ യേശു. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങൾ തളരേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കലത്തിലെ മാവ് കുറയത്തില്ല, നിങ്ങളുടെ ഭരണിയിലെ എണ്ണ വറ്റിപ്പോകത്തില്ല. ഹി ഈസ് ദ ഗുഡ് പ്രൊവൈഡർ. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. പഠിക്കേ, അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോലാലാ. ഫാമിലി, അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാൻ ഒരാളുമേയില്ല, അവനെ പോലാരാധ്യൻ. പറയണം, ലോക്കോ മിനിസ്ട്രീസിലും ഫയർ വിങ്സിലും പ്രതിഫലേച്ഛ കൂടാതെ യാതൊന്നും കൈപ്പറ്റാതെ നിസ്വാർത്ഥമായി ഇനി എന്തെങ്കിലും സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ 20, 10, 15, 100 മടങ്ങിനപ്പുറത്ത് ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരന്മാരുണ്ട്.
അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. ഇന്ന് രാവിലെ ഒരു സഹോദരൻ കയറി വരുമ്പോ കർത്താവിനോട് പറഞ്ഞു, അവന്റെ പേഴ്സ് ശൂന്യം വന്നു. ഞാൻ റേസാനോട് ചോദിച്ചു, പുള്ളിക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടോ? എനിക്ക് നല്ല ബോധ്യമുണ്ട്, അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. ഒരിക്കലൊരു കൺവെൻഷൻ കഴിഞ്ഞ് എന്നെ പറ്റിച്ചു വിട്ടിട്ടുണ്ട്. നല്ലൊരു കൺവെൻഷൻ കഴിഞ്ഞു. ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങി എങ്ങനെ വീട്ടിൽ ചെന്നെന്ന് എനിക്കറിയാം. കള്ളവണ്ടി കയറി ഞാൻ പോയിട്ടുണ്ട്, ആരും കേസ് കൊടുക്കൽ. പക്ഷെ അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും കടക്കാരനല്ല. എത്ര പേർക്ക് ഉറപ്പുണ്ട്? അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോലെ നമ്മുടെ പ്രത്യാശ. കൂടാ കൂടി തൂത സൈന്യവുമാ മേഘാരൂഢനായി വരുന്നിതാ വിരവിൽ, തൻ പ്രിയ സുതനെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മിശിഹ. ഹല്ലേലൂയ. ആ കരങ്ങളെ വീശി സന്തോഷത്തോടെ ജനമാത്രമായിരിക്കെ ഹല്ലേലൂയ. ശബ്ദമുയർത്തി